നമസ്കാരം. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തെറ്റ് മതി നമ്മൾ ടെസ്റ്റ് ഫെയിൽ ആവാൻ. അപ്പോൾ അത് വരുത്താതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ടിപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ കണക്കാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ ടൂ വീലറിൻ്റെ 8 കഴിഞ്ഞ് പാർട്ട് 2 ആയിട്ടുള്ള ഫോർവേഡ് എങ്ങനെ ഓടിക്കുക എന്നുള്ള ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഫോർവേഡ് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ 8 പാസ്സായിട്ട് പാർട്ട് 2 ആയിട്ടുള്ള ഫോർവേഡിലേക്ക് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ ഫയൽ ഉണ്ടാവും. അപ്പോൾ സാറ് വരുമ്പോൾ ആ ഫയൽ സാറിന് കൊടുക്കുക, നേരെ വന്ന് വണ്ടി എടുക്കുക കേട്ടോ. അതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹെൽമെറ്റ് കറക്റ്റായിട്ട് വയ്ക്കുക, അത് വെച്ചെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ക്ലിപ്പ് കറക്റ്റായിട്ട് ഇങ്ങോട്ട് ഇടുക കേട്ടോ, നല്ല ടൈറ്റാക്കി തന്നെ ഇടുക. അതിന് ശേഷം നമുക്ക് നേരെ വണ്ടി എടുത്ത് ഫോർവേഡ് ഓടിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ചിൻ സ്ട്രാപ്പില്ലേ അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ. അത് ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വരെ ഫെയിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂട്രാക്കി ജസ്റ്റ് വണ്ടി ഒന്ന് തള്ളുക. അതിന് മുന്നേ സ്റ്റാൻഡ് തട്ടിന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം എടുക്കുക കേട്ടോ. സ്റ്റാൻഡ് തട്ടാണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. സ്റ്റാൻഡ് തട്ടിന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്ക് നോക്കി ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് എടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ഇൻഡിക്കേറ്റർ നമ്മൾ എടുക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക, ഗിയർ ഫസ്റ്റ് ആക്കുക ന്യൂട്രിന്ന്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മറക്കാണ്ട് ഹാൻഡ്സിങ്ങിൽ റൈറ്റ് കാണിക്കുക, തിരിഞ്ഞു നോക്കുക, വാഹനങ്ങൾ വരണില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്ത് പോകട്ടെ. എടുക്കുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കി നമ്മൾ പതുക്കെ മൂവ് ചെയ്ത് പോകാം. നല്ല ബാലൻസ് ആയിട്ട് തന്നെ നമ്മൾ ഓടിച്ച് പോകണം. മുന്നേ മാത്രം നിർത്താൻ പോകും. നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുക, ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇടുക, കൊണ്ടുവന്ന് നിർത്തുക കേട്ടോ. ഹാൻഡ് സിഗ്നൽ മറക്കാണ്ട് കാണിക്കണം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മറക്കാണ്ട് ഇടണം. കോണിന് കഴിഞ്ഞ് നിർത്തത് അതിന് മുന്നേ നിർത്തരുത്. നമ്മൾ കാല് കുത്താതെ ഈ കോൺ ചുറ്റി വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സിഗ്നൽ കാണിക്കുക, തിരിഞ്ഞ് നോക്കുക, വണ്ടി വരണില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയാലും പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഫസ്റ്റ് ആക്കുക, ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് എടുക്കാവൂ കേട്ടോ. തിരിഞ്ഞ് സിമ്പിളായിട്ട് ഇങ്ങനെ പോരുക. അതിനുശേഷം അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ആക്കുക. സിമ്പിളായിട്ട് നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് തന്നെ വരണം. അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കാൻ മറക്കരുത്. അതുപോലെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇടുക, ഹാൻഡ് സിഗ്നൽ കാണിക്കുക, വണ്ടി കൊണ്ടുവന്ന് നിർത്തുക. അതിനുശേഷം നമ്മൾ എടുത്ത സ്ഥലത്തേക്ക് വയ്ക്കണം. അപ്പോൾ നമ്മൾ റൈറ്റ് സിഗ്നൽ കാണിക്കണം, തിരിഞ്ഞ് നോക്കണം, ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുകയും വേണം. അതുപോലെ കാല് കുത്താതെ നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് കൊണ്ട് നിർത്തണം. അതുപോലെ തന്നെ ന്യൂട്രൽ ഗിയർ ആക്കണം, നമ്മുടെ സ്റ്റാൻഡ് ഇടണം. വണ്ടി ഓഫ് ചെയ്തിട്ട് പോയി നമ്മൾ പേപ്പർ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് പാസ്സാവും. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരിക കേട്ടോ.